എൻ്റെ പേര് ലിയാന ഫ്രിൻ. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഇനിയിപ്പം 4th ഇയറിലേക്ക് കയറുകയാണ്. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാരൻറ്റിങ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെ പാരൻസും മാറണം, അല്ലെങ്കിൽ എന്താണ് പാരൻറ്റിങ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കോട്ട് വെച്ച് തുടങ്ങുകയാണ്. പാരൻറ്റിങ് ഈസ് നോട്ട് അബൌട്ട് ഹാവിങ് ഓൾ ദി ആൻസേഴ്സ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ ആൻസേഴ്സും അറിഞ്ഞിരിക്കുക എന്നതിനല്ല പാരൻറ്റിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പാരൻറ്റിങ്? ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ്, യു ആർ യെസ്റ്റർഡേസ് പീപ്പിൾ പ്രിപ്പയറിംഗ് ടുഡേസ് കിഡ്സ് ഫോർ ടുമോറോ. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ഇന്നലകളിലെ ആളുകൾ ഇന്നത്തെ കുട്ടികളെ നാളത്തേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് പല പാരൻസും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് വെറും 2 ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നടന്ന സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്, നിനക്കൊക്കെ ഇത്രയും സൗകര്യം കിട്ടിയിട്ടും മതിയാവുന്നില്ല എന്ന രീതിയിൽ പല പാരൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ചിന്തിക്കുക, ശരിക്കും നിങ്ങൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? കാരണം ടെക്നോളജി അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ കോവിഡ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് വരുമെന്നും 2 വർഷം ഫുൾ ഓൺലൈൻ ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കാമെന്നും നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം അതിപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ജീവിച്ച സാഹചര്യങ്ങളാണ് ശരി എന്ന് പറയുന്നതിന് പകരം അവരുടെ കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബി എ ഗുഡ് പാരന്റ്. ബ്രിഡ്ജിങ് ദ ജനറേഷൻ ഗ്യാപ്പ്. ബ്രിഡ്ജിങ് ദ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ജനറേഷൻ ഗ്യാപ്പ് പാരൻസിനും കുട്ടികൾക്കും ഇടയിൽ വളരെയധികം നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് മില്യണിയേഴ്സ് ആണ്, പക്ഷെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ കിഡ്സ് ആണ്. ഇവിടെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു 1997 മുതൽ 2012 വരെയുള്ളവർ ജെൻസിയും അതുപോലെ 2013 മുതൽ 2024 വരെയുള്ളവരെ ജെൻ ആൽഫ കിഡ്സ് എന്നുമാണ് പറയുന്നത്. അതായത് നിങ്ങളും, അതായത് ഇപ്പം ഇമോഷണലി ആയിക്കോട്ടെ, സോഷ്യലി ആയിക്കോട്ടെ, ടെക്നോളജിക്കലി വളരെ ഡിഫറെൻ്റ് ആയ ഒരു സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പാരൻസും കുട്ടികളും വളർന്നിരിക്കുന്നത്. അപ്പം ഒരു ജെൻസിയിൽ ഉള്ള ഒരു കുട്ടി വന്ന് നിങ്ങളോട് ഒരു കാര്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് ഒരിക്കലും അവരുടെ ഡിസ്റെസ്പെക്റ്റ് അല്ല, ദാറ്റ്സ് ജസ്റ്റ് എ ക്യൂരിയോസിറ്റി. കാരണം ഇപ്പം അവരങ്ങനെ ഒന്ന് ചോദിക്കുമ്പം നീ അതൊന്നും അറിയണ്ട, നിനക്ക് അതിനുള്ള പ്രായമായിട്ടല്ല എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ ക്ലോസ് ചെയ്യുന്നതിന് പകരം അവർക്ക് ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുമ്പം അതൊക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് പോയി കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നമ്മൾ അവരെ അവഗണിച്ച് വിട്ടാൽ അവർക്കത് ഭയങ്കര ഇഗ്നോർഡ് ആയിട്ടും ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എൻ്റെ പാരൻസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട എന്ന് പോലും അവർക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഉമ്മയുടെ വാപ്പയോട് ചോദിച്ചാൽ അവനെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും എന്നൊക്കെ തോന്നാനുള്ള ചാൻസ് കുട്ടികൾക്ക് ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ആൻസർ കൊടുക്കുക. Let go of the past, reactive versus responsive parenting. Let go of the past എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പുറകിലേക്ക് സഞ്ചരിക്കാം. അതായത് റിയാക്റ്റീവ് പാരൻറ്റിങ്. ഇതിപ്പം നമ്മുടെ കുട്ടി ഒരു മോശം കാര്യം കാണിച്ചു, അതിപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ കാണിച്ചപ്പം നിങ്ങളുടെ പേരൻസ് അതിന് വളരെ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്ത് ആ ഒരു ട്രോമ നിങ്ങളുടെ മനസ്സിൽ അപ്പോഴും കിടക്കുകയാണ്. അപ്പം നിങ്ങളുടെ കുട്ടി ആ ഒരു കാര്യം അപ്പം ചെയ്യുന്നത് കാണുമ്പം നിങ്ങൾ പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്. അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ പെട്ടെന്ന് കുട്ടിയിലേക്ക് എക്സ്പോസ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ റിയാക്റ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? ബി എ റെസ്പോൺസീവ് പാരൻറ്റ്. കാരണം അങ്ങനെ പെട്ടെന്നൊരു കുട്ടി കാണിക്കുമ്പം നമ്മൾ ചിന്തിക്കുക, ഞാനിപ്പം എക്സ്പോസ് ചെയ്യുന്നത് എൻ്റെ ഫീലിങ്സിനെയാണോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫീലിങ്സിനെയാണോ എന്ന് മനസ്സിലാക്കി അത് നമ്മൾ കറക്റ്റായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതിനെയാണ് റെസ്പോൺസീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. സോ ബി എ റെസ്പോൺസീവ് പാരൻറ്റിങ്, നോട്ട് എ റിയാക്റ്റീവ് പാരൻറ്റ്. ബി എ പാരൻറ്റ്, നോട്ട് എ പിയർ. ബി എ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പേരൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. കാരണം പല പാരൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഞങ്ങൾക്കിടയിലോട്ട് ബൗണ്ടറീസും ഇല്ല, ലൈക്ക് അങ്ങനെ ഭയങ്കര ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറയാണ്, ഒരു പാരൻറ്റിനും ഒരു കുട്ടിക്കും ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ അവർക്ക് മേ ബി ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഫ്രണ്ട് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടും ഫ്രണ്ട്ലിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിന് കാരണം അത് നമ്മൾ ഒരിക്കലും
അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് അല്ല, അവരോട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ ഏജിലുള്ള ഒരുപാട് ആളുകൾ, അവരുടെ സ്കൂൾ മേറ്റ്സ് ആയിക്കോട്ടെ, ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ, ട്യൂഷൻ സെൻറ്ററീസിൽ നിന്ന് ആയിക്കോട്ടെ, അങ്ങനെ അവർക്ക് അവരുടെ പ്രായത്തിലുള്ള ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പം നമ്മൾ ഒരിക്കലും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത്, ദേ നീഡ് എ ഗൈഡ്, നോട്ട് എ ഗോസിപ്പ് ബഡി. അവർക്ക് വേണ്ടത് ഒരു ഗൈഡിനെയാണ്, അല്ലാതെ തമാശകളും എല്ലാം കുശുമ്പും എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഗോസിപ്പ് ബഡീനെ അല്ല അവർക്ക് ഒരിക്കലും ആവശ്യം. അവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ അവരെ പ്രതികരിച്ച് അവരുടെ റൈറ്റ് ഏതാണ് റോങ് ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കൃത്യമായ ഗൈഡ് അല്ലെങ്കിൽ ഒരു കൃത്യമായ പ്രൊട്ടക്ടറിനെയാണ് അവർക്ക് ആവശ്യം. നെക്സ്റ്റ് വൺ, ദേ നീഡ് ബൗണ്ടറീസ്, നോട്ട് ജസ്റ്റ് ബോണ്ടിങ്. ബൗണ്ടറീസ് അതായത് പാരൻസിനും കുട്ടികൾക്കും ഇടയിൽ വളരെയധികം വേണ്ട സാധനമാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് ബോണ്ടിങ് മാത്രം പോരാ. അതായത് കുട്ടികൾക്ക് പാരൻസിനോടും ബൗണ്ടറി വേണം, പാരൻസിന് കുട്ടികളോടായാലും ബൗണ്ടറീസ് വേണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം പാരൻസ് ഒരു ബൗണ്ടറീസും ഒരു ലിമിറ്റേഷൻസും വെച്ചില്ലെങ്കിൽ കുട്ടികൾക്കൊരു വിചാരം വരും. അതായത് എൻ്റെ ഉമ്മിട്ടേയും അപ്പിട്ടേയും എനിക്ക് എന്ത് വേണേ പോയി പറയാം, അതായത് എനിക്ക് എന്ത് വേണേ കാണിക്കാം, ഒരു വിഷയമല്ല എന്നൊരു തോട്ട് കുട്ടികൾക്കിടയിൽ, ഇതൊരു ബാഡ് തോട്ട് കുട്ടികൾക്കിടയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഉമ്മി ഞാൻ ഒരുത്തിനായിട്ട് സെറ്റായി അല്ലെങ്കിൽ ഒരുത്തിയായിട്ട് സെറ്റായി എന്നൊക്കെ പറയുന്നത് പിള്ളേർ ഭയങ്കര കൂളായിട്ട് വന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങും. സോ അതൊക്കെ അങ്ങനെ കുട്ടികൾ വന്ന് പറയുമ്പം അതിനെ റിയാക്ട് ചെയ്യുന്നതാണ് കൃത്യമായ ബൗണ്ടറി വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി, നോട്ട് ജസ്റ്റ് സിമ്പതി. അതായത് ഇപ്പം നിങ്ങളുടെ കുട്ടി വന്ന് പറയാണ്, ഒരു ലൈക്ക് അവൻ്റെ ജീവിതത്തിലൊരു സംഭവം നടന്നു എന്ന് പറയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോലെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം ലൈക്ക് സാധാരണ പറയാറ്, സാരമില്ല മോനെ പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജസ്റ്റ് സിമ്പതി മാത്രം അവരോട് കാണിക്കാതെ അവർക്ക് അതിനുള്ളൊരു വ്യക്തമായ സൊല്യൂഷൻ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും പാരൻസ് ചെയ്യേണ്ടത്. അല്ലാതെ അവരോട് സിമ്പതി മാത്രം കാണിച്ചുകൊണ്ട് അവർക്കൊന്നും നേടാനില്ല. സോ അവരൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുമ്പോൾ കൃത്യമായൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ് വൺ, വിസ്ഡം, നോട്ട് ഗോ വിത്ത് യോർ വിഷ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പാരൻസും കുട്ടികൾ എന്ന് പറയുന്നത് നല്ല ഏജ് ഗ്യാപ്പ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് കുട്ടികളെക്കാളും എത്രയോ മെച്യൂർ ആയിരിക്കും. അപ്പം നമ്മുടെ കുട്ടി വന്നൊരു കാര്യം പറയാണ്, അപ്പം നമ്മൾ പറയാണ്, ഓ നിന്റെ ഇഷ്ടമല്ലേ, നീ എൻജോയ് ചെയ്യേ, നിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റൈറ്റ് പാരന്റിങ് അല്ല. അതിനാണ് നമ്മൾ പേഴ്സീവ് പാരന്റിങ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും കരുതുന്നൊരു കാര്യം അതാണ് ജെന്റിൽ പാരന്റിങ് എന്നാ. പക്ഷെ നമ്മളോടൊരു കുട്ടി അവൻ്റെ പ്രശ്നം വന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം വന്ന് പറയുമ്പം നിന്റെ ലൈഫ് അല്ലേ എന്ന് പറയാതെ അവന് റൈറ്റ് ഏതാണ് റോങ് ഏതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് കൃത്യമായ രീതിയിൽ അവനെ ഗൈഡ് ചെയ്യുക. അതാണ് ശരിക്കും ജെന്റിൽ പാരന്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next, be calm in their chaos, not chaos in their calm. Be calm in their chaos. അതായത് ഇപ്പം നിങ്ങളുടെ കുട്ടി വളരെ വിഷമത്തിൽ അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്, ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണെന്ന് കരുതിയ ആ ഒരു ടൈമിൽ പിന്നെ അവരോട് പോയിട്ട് നീ എന്തിനാ അത് ചെയ്തത്, നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അവർ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ കുറച്ച് കാമായി കുറച്ച് സമാധാനമായിട്ടിരിക്കുമ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം കുട്ടികളുടെ സൈക്കോളജി അനുസരിച്ചിട്ട് അവർ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്ന ടൈമിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അവരുടെ ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടൈമിൽ ഒട്ടും ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അവൾ ഫുള്ളി ഇമോഷണലി ആയിരിക്കും. അവർക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനുള്ള ആ ഒരു ടൈമിലില്ല. സോ ആ ഒരു ടൈമിൽ പിന്നെയും പോയി പിള്ളേരുടെ ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം അതൊക്കെ നേരെ അവിടെ പോയി കിടക്കുന്നത് ഞാൻ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. സോ അത് ഫ്യൂച്ചറിൽ അവർക്ക് ഒരുപാട് ലേസിനെസ് ഉണ്ടാക്കാനും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറയാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും അവർ സമാധാനമായിട്ടിരിക്കുമ്പം പോയി പറയാം, നീ ഇത് ചെയ്തത് തെറ്റായി, അല്ലെങ്കിൽ ഇനി അത് അടുത്ത തവണ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇറ്റ്സ് നോട്ട് കിഡിങ്, ഇറ്റ്സ് പാരന്റിങ്. അതായത് ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു പാരന്റിനെ പാരന്റ് ഒരു കുട്ടികളെ വളർത്തുന്നതിന് നമ്മൾ എന്താ പറയുക? പാരന്റിങ്. അതെ, പാരന്റിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മൾ കിഡിങ് അല്ലെങ്കിൽ ഒരു തമാശയായ രൂപത്തിലല്ല നമ്മൾ എടുക്കുന്നത്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പം അവിടെ ഒരു പാരന്റും കൂടിയാണ് ജനിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരു കുട്ടീനെ വളർത്താൻ ഒരു വില്ലേജ് തന്നെ ആവശ്യമുണ്ടെന്ന്. കാരണം അത്രയും പേരുണ്ടെങ്കിലാണ് ഒരു കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റുക.
സോ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്, ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫസ്റ്റ് കുട്ടിയൊക്കെ ഉണ്ടാകുമ്പം ഭയങ്കര ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ പോകുന്ന ഒരുപാട് പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്ന കാലത്തിന് മാത്രമല്ല പറയുന്നത്, ആ ഒരു കുട്ടീനെ വളർത്തുന്ന ടൈമിൽ ആ പാരൻ്റ് എങ്ങനെ സ്വയം മാനേജ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. The power of praise and the peril of abuse. Power of praising. Praising എന്ന് പറഞ്ഞാൽ എന്താ? അഭിനന്ദിക്കുക അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് പാരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്രിസിയേഷൻസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടല്ലേ, അതായത് ഓ നീ മിടുക്കിയാണ്, യു ആർ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും വളരെ കോമൺ ആയിട്ട് അവർ അപ്രിഷിയേറ്റ് ചെയ്യാതെ ഒരു സ്പെസിഫിക് കാര്യം പറഞ്ഞ് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പം അവരിപ്പം ഫ്യൂച്ചറിലൊക്കെ പോയി എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ ഫെയിലായാൽ അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര മിടുക്കിയാണ്, ഞാൻ എല്ലാത്തിലും അടിപൊളിയാണ്, ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആകും. അപ്പോൾ പെട്ടെന്നൊരു കാര്യം ഫെയിലിയർ വന്നാൽ അവർക്കൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ കോമൺ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാതെ സ്പെസിഫിക് ആയിട്ട്, അതായത് നീ ഇന്നത് അത് ഷെയർ ചെയ്തില്ലേ, ആ ഒരു ക്വാളിറ്റി നിൻ്റെ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ ഒരിക്കലും നമ്മൾ കോമൺ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാതെ സ്പെസിഫിക് ഒരു കാര്യം പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വെർബൽ അബ്യൂസ് ആൻഡ് പെർമനന്റ് സ്കാർസ്. വെർബൽ അബ്യൂസ് അല്ലെങ്കിൽ ചൈൽഡ് വെർബൽ അബ്യൂസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. കുട്ടികളെ ഒരിക്കലും ഭയങ്കരമായിട്ട്, അതായത് അവർ ദേഷ്യപ്പെട്ടിരിക്കുമ്പം അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പം പിന്നെ അവരിലേക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇട്ട് ഒരുപാട് ബാഡ് തോട്ട്സ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പറ്റി തന്നെ അവരോട് ഒരുപാട് കുറ്റങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വിൻഗേജ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശാന്ത ഡൂബ് എന്ന് പറഞ്ഞ ഒരു റിസർച്ചിൻ്റെ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കുട്ടികളിലേക്ക് വെർബൽ അബ്യൂസസ് ഒക്കെ ഇടുമ്പം അവർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസീസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഒരുപാടാണ്. അതുപോലെ തന്നെ ഡോക്ടർ ക്ലെച്ചർ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കുട്ടികൾക്ക് വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ തന്നെ ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് ഫുൾ A+ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ കുട്ടികൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. കാരണം റിസൾട്ട് പോലും വന്നിട്ടില്ല, ആ ഒരു ടൈമിൽ അവർ സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഓൺലൈനായിട്ട് ക്ലാസ് വെക്കാൻ TV ഇല്ല, ഫോണില്ല എന്ന് പറഞ്ഞ് വരെ കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ വളരെ കടുത്തമായ തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാര്യം, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരിക്കാം, പക്ഷെ ആ ഒരു ചെറിയ കാര്യത്തിന് വരെ വളരെയധികം കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. സോ നമ്മൾ ഒരിക്കലും അവരോട് ഒരുപാട് വെർബൽ അബ്യൂസ് ചെയ്യാതിരിക്കുക, അത് അവരുടെ ഫ്യൂച്ചറിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയാറുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, മുതിർന്നവരോട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന്. പക്ഷെ ഞാൻ പറയാണ്, ഒരിക്കലും മുതിർന്നവരോട് മാത്രമല്ല വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്, കുട്ടികളോട് നമ്മൾ പറയുമ്പം അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ലിസണിങ് ഈസ് പാരൻറ്റിങ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക. അതായത് പാരൻറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് പല പേരൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി ഇപ്പം എന്നോട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, അവരെന്താ ഒന്നും എന്നോട് വന്ന് പറയുന്നില്ല, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒന്നും പറയുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവർ കുഞ്ഞായിരുന്നപ്പം, അതായത് ഒരു 2-3 വയസ്സൊക്കെ അവൾക്കുള്ളപ്പം, അപ്പോഴാണല്ലോ അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു ഏജിൽ നിങ്ങൾ അവർക്ക് എന്തോരം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കാരണം നമ്മളിപ്പം വീടുകളിൽ പൊതുവേ കാണുന്ന കാര്യമാണ്, പാരൻസ് ഫോൺ നോക്കുന്നു, കുട്ടികൾ സംസാരിക്കുന്നു, അപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞ് മൂളി വിടുന്നു, ആ ഒരു സിസ്റ്റമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഇഗ്നോർഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇനി ഒരിക്കലും എൻ്റെ ആരോട് ഒന്നുമേ പറയാൻ തോന്നുന്നില്ല. കാരണം ചെറിയ പ്രായത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും പാരൻസ് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ ഒരു വലുതാകുമ്പം അവരുടെ വലിയ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിൽ ഒരു മീനിങ് ഇല്ല, അതിനൊരു അർത്ഥമില്ല. കാരണം ചെറുതാകുമ്പോഴേ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. അതായത് നമ്മൾ കുട്ടികളെ എങ്ങനെയാണോ ചെറുതിലെ ട്രീറ്റ് ചെയ്തത് അതുപോലെ ആയിരിക്കും വലുതാകുമ്പോൾ അവർ നമ്മളോടും തിരിച്ച് ട്രീറ്റ് ചെയ്യാറ്. അതായത് ഇപ്പം ഒരു കുട്ടി, ഇപ്പം നിങ്ങളൊരു ഗുഡ് ലിസണിങ് പാരൻറ്റിങ് ആണ് നടത്തുന്നത് എങ്കിൽ ഒരു കുട്ടി എൻ്റെ പാരൻറ്റിനോട് പോയി പറഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഉമ്പിട്ടേയും വാപ്പിട്ടേയും പോയി പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് അവരെന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തരും എന്നൊരു ഒരു കുട്ടി തീർച്ചയായും പറയണം. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്.
സോ ബി എ ഗുഡ് ലിസണർ ഫോർ യുവർ ചിൽഡ്രൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഏകദേശം അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കോട്ട് ഉണ്ടല്ലേ, അതായത് പാരൻറ്റിങ് ഈസ് നോട്ട് അബൌട്ട് ഹാവിങ് ഓൾ ദി ആൻസേഴ്സ്, ഇറ്റ്സ് അബൌട്ട് അല്ലെങ്കിൽ ബീങ് പ്രസൻറ്റ് ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻസ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ ആൻസേഴ്സും അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. പകരം കുട്ടികൾ ഒരു കാര്യം വന്ന് ചോദിക്കുമ്പം അവരുടെ കൂടെ നിന്ന് അവർക്ക് 100% ഉറപ്പ് വരണം, എൻ്റെ പാരൻ്റ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് 100% അവർക്ക് ഉറപ്പ് വരിക. അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടി ഉള്ളൊരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കോട്ട് പറഞ്ഞ് ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഡു ദ ബെസ്റ്റ് യു ക്യാൻ അൺടിൽ യു നോ ബെറ്റർ, ദെൻ വെൻ യു നോ ബെറ്റർ ഡു ബെറ്റർ. ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അൺടിൽ യു നോ ബെറ്റർ, ശരി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നവരെ. ദെൻ വെൻ യു നോ ബെറ്റർ, നിങ്ങൾക്ക് ശരി ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഡു ബെറ്റർ, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ബൈ മായ ആഞ്ചലോൺ. മായ ആഞ്ചലോൺ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അതിലും ബെറ്റർ ആയിട്ടൊരു കാര്യം കേട്ടാൽ അതും ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഒരുപാട് പാരൻസിന് തോന്നിക്കാണും, ഓ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയവരുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ബെസ്റ്റ് പാരൻറ്റിങ് ആണ് എന്ന് തോന്നിയവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് തോന്നിയ പാരൻസും ഉണ്ടാവാം. പക്ഷേ ഞാൻ പറയാണ്, മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ജെൻസി ജെനാൽഫ കിഡ്സിനെ വളർത്തുക എന്ന് പറയുന്നത് അതൊട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ പാരൻറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്തണം, അത് പതിയെ പതിയെ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം കറക്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ട് ഏതൊക്കെ പോയിന്റ് ആണോ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയത് അതിനെ ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അസ്സലാമു അലൈക്കും.